ഹായ്, നമ്മളാണെങ്കിൽ നമ്മൾ ചെങ്ങന്നൂർ മംഗലം എന്ന സ്ഥലത്ത് ചെയ്തൊരു കിച്ചൺ പ്രൊജക്റ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചധികം ഓൾട്രേഷൻസ് ഉണ്ടായിരുന്നു, അതായത് സിവിൽ ഓൾട്രേഷൻസ് കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമേ ഇതിൻ്റെ ഫ്ലോറ്, അതുപോലെ തന്നെ കിച്ചൻ്റെ ബേസ് ക്യാബിനറ്റുകൾ, അതുപോലെ മിഡ് ക്യാബിനറ്റുകൾ, അതുപോലെ വിൻഡോസ്, അതുപോലെ ഡോറ്, ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് പുതിയത് വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ അതിൻ്റെ എൻട്രി നമ്മളത് മാറ്റുന്നതായിട്ടുണ്ട്. ആദ്യമേ നമ്മൾ നേരെയാണ് നമ്മൾ കയറുന്നത്. അപ്പം അതിന് പകരമായിട്ട് അതിൻ്റെ വലതുവശത്തുള്ള ക്രോക്കറി യൂണിറ്റ് പൊളിച്ചിട്ടാണ് നമുക്കിപ്പോൾ പിന്നീട് അതുവഴിയാണ് എൻട്രി എടുക്കേണ്ടത്. പിന്നെ അതുപോലെ ഈ പറയുന്ന ഡോറുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ നമ്മൾ കട്ട കെട്ടിയിട്ട് ആ കിച്ചൺ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ആ കാണുന്ന വിൻഡോ നമുക്ക് മാറ്റിയിട്ട് ഒരു ചെറിയ 3 പാളി ചെറിയ വിൻഡോയും, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഒരു 2 പാളി വിൻഡോയാണ് വെക്കേണ്ടത്. അവിടെയാണെങ്കിൽ അതിൻ്റെ പൊസിഷന് ചെറിയ ചേഞ്ചസ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഈ കാണുന്ന ബേസ് ക്യാബിനറ്റുകൾ, അതിൻ്റെ ഗ്രാനൈറ്റ് അടക്കം നമുക്ക് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ആ ഫ്ലോർ, അതിൻ്റെ വാൾ ടൈലുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകൾ, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്കത് പുതിയൊരു കിച്ചണായിട്ടൊക്കെയാണ് മാറ്റേണ്ടത്. ഇപ്പം നിലവിൽ നമ്മൾ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് കാണുന്നത്. അതിൻ്റെ ഫ്ലോർ ഇളക്കുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആദ്യമേ പറഞ്ഞില്ലേ ഒരു എൻട്രി നമ്മൾ മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ കണ്ട ആ എൻട്രി ഇപ്പോൾ കട്ട കെട്ടി അടയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ വലതുവശത്തുള്ള എൻട്രി നമ്മൾ പൊളിച്ചിട്ട് അതുവഴി നമ്മൾ പുതിയ എൻട്രി ആക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിവിങ് ഏരിയയിലും കുറച്ചധികം ഓൾട്രേഷൻസ് ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ആ പാർട്ടീഷൻസൊക്കെ നമ്മൾ ആർച്ച് രീതിയിലായിരുന്നു, അതെല്ലാം കട്ട് ചെയ്ത് സ്ക്വയർ ആക്കി. അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള ഷെൽഫുകൾ നമ്മൾ റിമൂവ് ചെയ്തു. ഇപ്പം നമ്മൾ ആ കട്ടയെല്ലാം കെട്ടി അവിടെ തേപ്പുകളും അതുപോലെ തന്നെ വിൻഡോ മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ആ ഫ്ലോർ ഇടാവുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നിലവിലത്തെ സ്റ്റേജിൽ. നിലവിൽ ആ ഒരു ഫ്ലോറെല്ലാം ഇട്ട് നമ്മൾ കിച്ചൺ കംപ്ലീറ്റ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് വുഡൻ കോമ്പിനേഷനാണ് നമ്മൾ എടുത്തേക്കുന്നത് മൊത്തത്തിൽ. അതിൻ്റെ ഫ്ലോർ ഒരു ബീജ് കളറും, അതിൻ്റെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് നമ്മളൊരു നാനോ വൈറ്റുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. G7 ആണ് എടുത്തേക്കുന്നത്. അതുപോലെ ആണെങ്കിൽ അതിൻ്റെ കിച്ചൻ്റെ ബോക്സ് വർക്കായിട്ട് നമ്മൾ WPCയും ഡോറും മറൈൻ ബ്ലേഡുമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ആക്സറീസൊക്കെ നമ്മൾ എപ്കോ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇഞ്ചസ് എല്ലാം അടക്കം യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഫാക്ടറി മെയ്ഡാണ് ഫുള്ള് ചെയ്തേക്കുന്നത് ഈ വർക്ക് മൊത്തത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾക്കായിട്ട് നമ്മളെ